പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ട പോലെ തന്നെ പാമ്പിനെയും കിളികളെയും വലിയ പല്ലീനെയൊക്കെ കാണാൻ തന്നെയാണ്. പക്ഷെ അത് സൂ അല്ല കേട്ടോ. ഏതാ സ്ഥലം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. സംഭവം പാലക്കാട് നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ട്രിപ്പ് പോകാതിരിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി നല്ലൊരു ട്രിപ്പ് പോയി. അവിടെ എത്തിയപ്പോഴേ അവിടെയുള്ള ചേച്ചിമാർ നമുക്ക് മീനുകൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് കയ്യിൽ തന്നു കേട്ടോ. സംഭവം നല്ല രസമുണ്ട്. കാരണം നമ്മൾ കയ്യിൽ ഫുഡുമായിട്ട് കൈ നീട്ടുമ്പോഴേക്കും അവരെല്ലാവരും കൂടി അവിടേക്ക് വരും. നല്ല ഇക്ലിയാകുന്ന പോലെ ഉണ്ടായിരുന്നു. മോൾക്ക് ഒരുപാട് ഇഷ്ടമായി. അവളാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി ചോദിച്ചപ്പോൾ ആ ചേച്ചി കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ നന്നായിട്ടാണ് കേട്ടോ അവിടെ മൃഗങ്ങളെ പരിപാലിക്കുന്നത്. ഈ കണ്ട സംഭവമില്ലേ, ഒരു കുരങ്ങൻ്റെ പോലെയില്ലേ സംഭവം, കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാനായിട്ട് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫേസ് കാണാനായിട്ട്. അതതിൻ്റെ ഉള്ളിൽ ചാടി കളിക്കുന്നത് കാണാനായിട്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെടും. പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കിളികൾ, കോഴിയുടെ ഇനത്തിൽപ്പെട്ട സംഭവമാണ്. നല്ല നീളത്തിലുള്ള വാലുകളൊക്കെ ഉണ്ട് അതിനെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഒട്ടകപക്ഷി നല്ല കഴുത്തൊക്കെ നീട്ടി വെള്ളമൊക്കെ കുടിച്ച് ആ പൈപ്പിൽ നന്നായി കൊട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ സൈലൻ്റായി കിടക്കുന്ന നല്ല വലിയ പല്ലികൾ, ഇത്രയും വലിയ പല്ലികളെ നമ്മൾ കണ്ടിട്ടില്ല. അതും കാണാനായിട്ട് നമുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആമച്ചേട്ടൻ നല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ഇടയ്ക്ക് ഓരോന്നെടുത്ത് കടിക്കുന്നുമുണ്ട്. പിന്നെ മരുഭൂമിയിൽ മാത്രം കാണണം നമ്മുടെ ഒട്ടകച്ചേട്ടൻ. ആളും ഭയങ്കര സൈലൻ്റായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല സൈലൻ്റായിട്ട് നമ്മളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേദുട്ടിനും ഭയങ്കര ഇഷ്ടമാണ് കോഴികളെ. അവനാണെങ്കിൽ കോഴികളുടെ അടുത്തുനിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെയുള്ള കോഴികൾക്കൊരു പ്രത്യേകതയുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കോഴികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കോഴി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൂവലൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല വെളുത്ത കളറ്. അവർ പറഞ്ഞത് അത് ഒന്നും ചെയ്യില്ല എന്നാണ്. അതുകൊണ്ട് ധൈര്യത്തിൽ മോളൊക്കെ അതിനെ പിടിക്കുന്നുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. ഞാനൊന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാണാനും നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കോഴീനെ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മൃഗങ്ങളെയും പക്ഷികൾക്കൊക്കെ നമുക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ചേച്ചി നമ്മുടെ കയ്യിൽ കുറച്ച് വിത്തുകൾ തന്നിട്ട് പറഞ്ഞു, ആ കൂടിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ കിളികൾക്ക് ഭക്ഷണം കൊടുത്തോന്ന്. അപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. സംഭവം കയ്യിൽ ഫോണുള്ള കാരണം ഞാൻ കയ്യിൽ നിർത്തി പിടിച്ചിരിക്കുകയായിരുന്നു വിത്ത്. പക്ഷെ ഞാൻ തന്നെ അറിയാണ്ട് ഒരാൾ വന്നിരുന്നതാ കണ്ടില്ലേ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ അത് വേദുട്ടിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികളുടെ കയ്യിലേക്ക് അത് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സുധിയുടെ കയ്യിലേക്കും അമ്മയുടെ കയ്യിലേക്കും ഒക്കെ അവർ പോകുന്നുണ്ടായിരുന്നു. ഇത് ഒരെണ്ണമല്ല കേട്ടോ, അവിടെ ഒരുപാട് കിളികളുണ്ടായിരുന്നു കാണാനായിട്ട്. പല പല വെറൈറ്റിയുള്ള കിളികളുണ്ടായിരുന്നു. പ്രാവിനൊക്കെ കാണുമ്പോൾ എന്തൊരു സൈസാണെന്നുള്ളൂ. പിന്നെ അവിടെ അരയന്നങ്ങളെ കാണാനായിട്ട് പറ്റി. അരയൻ എന്ന് പറയുന്നത് നമ്മുടെ കറുപ്പ് ബ്ലാക്ക് സ്വാൻ എന്ന് പറയുന്നത്. അവരുടെ കഴുത്തൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. ശരിക്കും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ മറ്റേ ലവിൻ്റെ ചിഹ്നം ആക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ അവർ നല്ല വൃത്തിയായിട്ടാണ് എല്ലാം സൂക്ഷിക്കുന്നത്. അതന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കിളികളെയൊക്കെ അവരെ കൂടുകളും ഒക്കെ നല്ല നീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ മുൻപ് കണ്ട പോലെ പാമ്പിനെയൊക്കെ പിടിക്കാൻ പോകുന്നത്. ആ ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നത് എന്തുണ്ടായാലും താഴെ നിലത്തിടരുത് എന്നാണ് പറഞ്ഞത്. എനിക്ക് ആദ്യം കയ്യിൽ തന്നത് ഒരു വെള്ളയും മഞ്ഞയും കളറായിട്ടുള്ള നല്ല സുന്ദരനായിട്ടുള്ള ഒരു പാമ്പിനെയായിരുന്നു കേട്ടോ. അത് നമ്മുടെ കൈ കൂടെ അങ്ങനെ എഴയുമ്പോൾ നമുക്ക് ഇറിറ്റേഷനായിട്ടൊന്നും തോന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നന്നായി വാഷ് ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവരെ നന്നായി പരിപാലിക്കുന്നതുകൊണ്ട് നമ്മുടെ മേത്ത് അവർക്ക് അത്ര അങ്ങോട്ട് വഴുവഴുപ്പുള്ള പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ നമുക്ക് ഒറിജിനലായിട്ട് പാമ്പിനെ പിടിച്ചുള്ള പരിചയവും ഇല്ലല്ലോ. എന്തായാലും അത്ര അങ്ങോട്ട് ഒരു ടെൻഷൻ പോലെ എനിക്ക് പിന്നെ തോന്നിയില്ല. പിന്നെ അത് അവരുടെ കയ്യിൽ മലമ്പാമ്പുണ്ടായിരുന്നു. സംഭവം ചേച്ചി എൻ്റെ കഴുത്തിൽ കൂടെ അത് ചുറ്റി തന്നപ്പോൾ അത് ഇറങ്ങി താഴത്തേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വേഗം വന്ന് എടുത്തു. കാരണം ഒന്നിനും അവർ താഴെ ഇടുന്നില്ല. അതാണ് മെയിനായിട്ട് അവർ നമ്മുടെ അടുത്ത് പറയുന്നൊരു കാര്യം. അപ്പോൾ പിന്നെ ആ ചേച്ചി എൻ്റെ അടുത്തുനിന്ന് എൻ്റെ കയ്യിലേക്കാണ് പിന്നെ നമുക്ക് പെരുമ്പാമ്പിനെ വെച്ച് തന്നത്. കയ്യിലേക്ക് പെരുമ്പാമ്പിനെ വെച്ച് തന്നപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായില്ല. ആൾ നല്ല സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. തല മാത്രം ഒന്ന് അനക്കുന്നുണ്ടായിരുന്നുള്ളൂ. വലിയ ബഹളമൊന്നും വെക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് സുധി അത് മേടിക്കുകയും ചെയ്തു. സുധിയുടെ കൈമക്കൂടെ നന്നായി എഴയുന്നുണ്ടായിരുന്നു കേട്ടോ.
അത് കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ പേടിയായി. എന്നാലും ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ നമ്മളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് പോകണം. കാരണം നമ്മൾ ലൈഫിൽ ഒരു വട്ടം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അവരവിടെ നന്നായിട്ട് എല്ലാ മൃഗങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നില്ലേ, അത് വലിയ ടൈപ്പ് പല്ലി കേട്ടോ. അതിനെനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒന്ന് പേടിയായി. പക്ഷേ മേത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൾ നല്ല സൈലൻ്റായിട്ട് തന്നെ നമ്മുടെ അടുത്ത് ഇണങ്ങിയിരിക്കുന്ന പോലെ തോന്നി. ഇത് ഒക്കെ കാണുമ്പോൾ മാത്രമല്ല, ഇത് നമുക്ക് നേരിട്ട് അനുഭവിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ഒന്ന് പോയാലാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഏതാ സ്ഥലം എന്ന് പറഞ്ഞില്ലല്ലോ. ഇതാണ് പാലക്കാട് നെന്മാറ പെറ്റ്സ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഈ മൃഗങ്ങൾ മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഊഞ്ഞാലും പിന്നെ സീസോ അങ്ങനെയുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും കൂടി അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലിക്കായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പകുതി നേരം നമുക്ക് നന്നായിട്ടത് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ 150 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇതാണ് അവരുടെ ടിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.